ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഗൈസ് പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം വീഡിയോ എടുത്ത ഗൈസ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോ ഡിലീറ്റ് കഴിഞ്ഞ്. ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ ഡിലീറ്റ് കഴിഞ്ഞ്. ആ വീഡിയോ രസമില്ല, അത് ഡിലീറ്റ് കഴിഞ്ഞ്. ഓക്കെ, ആ വീഡിയോ ഡിലീറ്റ് കഴിഞ്ഞ്. ഓക്കെ, എൻ്റെ ചാനലിന് ഞാൻ വീഡിയോ എടുത്ത കാരണം എൻ്റെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ചാനലിൽ വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ടീമിന് മെയിൽ അയച്ചിട്ട് ആ സ്ട്രൈക്ക് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ടീമിന് മെയിൽ അയച്ചു. ഇപ്പം ഇന്നലെ 2 ദിവസമായിട്ട്, അപ്പോൾ 3 ദിവസമായി ഇപ്പം ചാനലിൽ സ്ട്രൈക്ക് പോയിട്ട്. ഓക്കെ, സ്ട്രൈക്ക് വന്നിട്ട് നമുക്ക് മെസ്സേജ് വന്നു, എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് ഇനി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് മെസ്സേജ് വന്നു. പക്ഷേ ഞാൻ യൂട്യൂബിന് മെയിൽ അയച്ചത് കൊണ്ട് സ്ട്രൈക്ക് റിമൂവായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി വീഡിയോ എടുത്തിട്ട് ചമ്മി നാറിപ്പോയി. ആ വീഡിയോ രസമില്ല രാത്രി എടുത്തത്. അതുകൊണ്ടിപ്പം പിന്നെയും നിൽക്കാൻ ചോദിച്ചാൽ വീഡിയോ. ഇവിടെ ഒരു പൈപ്പുണ്ട്, തുറന്നാൽ വെള്ളം വരാത്ത പൈപ്പാണ്. ഓക്കെ, ഇതിൻ്റെ സംഭവം ബ്ലോക്കായതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, വീടിന് പുറത്താണുള്ളത്. ഓക്കെ, ജസ്റ്റ് നടക്കാൻ ഇങ്ങോട്ടും പറ്റി. ഇങ്ങോട്ടൊന്നും വേണ്ടി കാര്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആ തോടിനടുത്ത് തന്നെ പോയേക്കാം. തോടിനടുത്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ, അത് നിറച്ചും ആൾക്കാരാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ നിലത്തുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ, നമ്മളെ മീനിൻ്റെ അക്യൂത്തിലൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും കഴിച്ചിലിനോ അനാവശ്യമായിട്ട് വളർത്തുന്നെങ്കിൽ അതിനൊക്കെ അതിലിടാൻ പറ്റുന്ന സംഭവമാണ് ഇത് കണ്ടോ. ഇവിടെ പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇത്. നമ്മൾ മീൻ വളർത്തുമ്പോഴാണെന്ന് ചില ആൾക്കാർ ഇങ്ങനെ ഈ കല്ല് ഇങ്ങനെ അടിയിലിടുന്നത്. അപ്പോൾ ഉണ്ട്, അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നിലത്തുക. എല്ലാവരും നോക്കി ഇവിടെ വരെ ഉണ്ട്. രസമുണ്ട് കുഞ്ഞു കല്ലായിട്ട്. പക്ഷേ ഇത് ഫുള്ള് ചളിയാണ്, കഴുകിയെടുക്കണം. എന്നാൽ തൊടാൻ പറ്റും കേട്ടോ, സാധനം നല്ല സാധനമാണ്. ഇപ്പോൾ മഴ ഇന്നലെ പെയ്തിട്ടുണ്ട് നല്ല. ഇത് കുറച്ച് ഒലിച്ചു പോയിരുന്നു. നല്ല വൈറ്റ് കളറുള്ള കല്ലുണ്ട് ഇതിൽ, ഡയമണ്ട് പോലത്തെ. ഓക്കെ, ഞാൻ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ എന്നറിയോ, നമ്മൾ ഈ ചളി എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ തരികളുണ്ടാവും പോലും. കട്ടച്ചളിയുള്ള സ്ഥലം അവിടെ പോയാൽ. പക്ഷേ ഈ ഭാഗത്തിൽ കട്ടച്ചളിയില്ല, അതുകൊണ്ട് ഇതൊക്കെ പറ്റില്ല. നല്ല കനുണ്ട് കല്ല് കേട്ടോ. നമ്മൾ ഡയമണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഡയമണ്ടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാകാൻ കാണിച്ചിട്ടുണ്ട്. കാരണം 2018 വെള്ളപ്പൊക്കം വന്നിട്ടില്ലേ ഗൈസ്. 2018 ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, അത് ശരിക്കും നടന്നതാണ് സിനിമ. ഓക്കെ, 2018 വെള്ളപ്പൊക്കം നിറച്ചും ഫ്ലഡായിട്ട് ഫുള്ള് നിറച്ചും വെള്ളവും. ആ ടൈമിലൊക്കെ കടൽ തീരം അടിച്ചിട്ട് വെള്ളത്തിൽ കൂടെ ഒഴുകിയിട്ട് വരും ഇങ്ങനെ പറയുന്നുണ്ട് വാർത്തയെല്ലാം. അപ്പം ഇവിടെ ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു നമുക്ക്. ആൾക്കാർ പാവം കളത്തിൻ്റെ സമയമില്ല. ചളിയെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ചളി, നമ്മൾ കാലൊക്കെ ആണ്ട് പോകുന്ന ചളിയില്ലേ, അങ്ങനത്തെ ചളി വേണം. അങ്ങനത്തെ ചളിയുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കോരിയിട്ട് കഴുകി നോക്കിയാൽ സ്വർണ്ണത്തലെല്ലാം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടാവില്ല വലിയ പ്രതീക്ഷ ഒന്നുമില്ല എനിക്ക്. അത് ചളിയുള്ള സ്ഥലം വേണം. നിങ്ങൾ കണ്ടിട്ടില്ല, ചളി നിറച്ചും ചളിയായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വിണ്ട് കീറിയ പോലെ ഇങ്ങനെ ആയിട്ട് ആ സ്ഥലം വേണം. അങ്ങനത്തെ സ്ഥലം ഇവിടെ പണ്ടാലുണ്ട്, ഇവിടെ അങ്ങോട്ട് ലൈറ്റ് ഉണ്ടായിരുന്നു. ആ റോഡിലൊക്കെ എൻട്രി ചെയ്യണമെങ്കിൽ പൈസ നമുക്ക് ഈ തോടിൻ്റെ നമ്മൾ കൂടെ പോയാൽ നമ്മളെ മറ്റേ ടൗണിലേക്കുള്ള റോഡിൽ എൻട്രി ചെയ്യുക. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ എൻ്റെ ഫോണിലും കണ്ടപ്പോൾ ഫോൺ അടിച്ച് എറിഞ്ഞ് ഓടിച്ചളയും. അവിടെ അങ്ങോട്ട് പോയിക്കൂടാ. എന്നാലും എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പുറത്താണുള്ളത് ഇറങ്ങിയിട്ട്. നോക്കട്ടെ ഞാൻ ഒന്ന് ഓഫാക്കട്ടെ കേട്ടോ, നോക്കട്ടെ ഞാൻ ഗായ്സ്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് കണ്ടോ, ഇവിടെ ചളി ഉണ്ട് കേട്ടോ സംഭവം. ആണോ, ഇവിടെ ചളി ഉണ്ട്. ഞാൻ തോടിട്ട് നോക്കുന്നുണ്ട്, അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, മീൻ പിടിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ വിണ്ട് കയറിയിട്ടുണ്ട് ചളിയായിട്ട്. ജസ്റ്റ് ഒന്ന് കോരി നോക്കിയാലേ ഗൈസ്. ഇത് കോരിട്ട് ഇങ്ങനെ കറക്കി എടുക്കണം. അതിൻ്റെ അത് കഴുകി വൃത്തിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ താഴത്തെ പൈപ്പിൽ വെള്ളമില്ല, അതുകൊണ്ടിപ്പം അത് നടക്കില്ല. സ്വർണ്ണത്തിലുള്ള ആഗ്രഹം ഇനി ഇപ്പം നടക്കില്ല. ഇപ്പം ഫോൺസിനൊക്കെ നടക്കില്ല, പിന്നെ ഒരു ദിവസം നോക്കാം. എന്തായാലും മഴ ഇനി പെയ്യല്ലോ, ഇവിടെയൊക്കെ ചളി കിട്ടുക. പക്ഷെ ഇങ്ങനത്തെ ചളിയല്ല വേണ്ടത്, അത് ഇവിടെ നിന്ന് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചാറ്റ് GPT വഴി ചോദിച്ചിട്ടുണ്ട്. ചാറ്റ് GPT ചോദിച്ചു ഇങ്ങനെ സ്വർണ്ണത്തിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ ചാറ്റ് GPT പറഞ്ഞു അത് സാധാരണ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല, അത് ഈ കടലായിട്ടുള്ള അടുത്ത സംഭവങ്ങളുടെ സ്ഥലം, പിന്നെ ആ സംഭവത്തിലെല്ലാം ഉണ്ടാവും. ഗൈസ്, ഇന്നലെ രാത്രി മഴ പെയ്തിട്ട് വെള്ളമായതാണ്. ഇതൊക്കെ വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം നിൽക്കാനുള്ള കാരണം എന്താ പറയുക ഗൈസ്, ഇത് കിണറാണ്. ഈ കിണർ പകുതി, ഈ കിണർ ഇവിടം വരുന്നുണ്ട്. ഈ സിമെൻറ്റ് ഈ ചളി ഉണ്ടോ, ഈ വെള്ളം കണ്ടോ, ഇവിടം വരുന്നുണ്ട് ആ കിണർ. അപ്പോൾ ആ കിണർ മുറിച്ചതാണ്. അങ്ങോട്ട് റോഡ് നിറഞ്ഞ അങ്ങോട്ട് വണ്ടിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ മുറിച്ചതാണ് കിണർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിണർ മുറിച്ച സ്ഥലത്ത് നിറച്ചും വെള്ളം നിൽക്കുന്നുണ്ടോ. ഇവിടെ ഫുള്ള് വെള്ളമാണ് ഇവിടെ എല്ലാം. വേർഡ് വെള്ളം കാണില്ല അങ്ങനെ. പോയി കുടിച്ചിന് സൗണ്ട് ഇത് വേർഡ് വെള്ളം കാണില്ല. ആടി നോടിക്ക് പിടുത്തപ്പോൾ നല്ല വെള്ളം ഉണ്ട്.
ഇതൊക്കെ വെള്ളമാണ്. ചിലപ്പോൾ അങ്ങോട്ട് പോയി കാലാണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കിണറിൻ്റെ ഭാഗമാണ്. അന്ന് നല്ല നമ്മുടെ കിണറ്റിലുള്ള വെള്ളമില്ല, അതിൻ്റെ കളറുണ്ട് അവിടെയെല്ലാം. നല്ല വെയിലാണ്, പൊരി വെയിലാണ്. 1 മണിക്കാണ് വീട് എടുക്കുന്നത് ഞാൻ. എന്താ വെച്ചാൽ വൈകുന്നേരം സമയത്ത് എടുക്കാമെന്ന്. ഓ ഗായ്സ് ഒന്നോ, കിണർ നിറച്ചും വെള്ളമാണ്. ഈ കലങ്ങി വെള്ളം കാണുമ്പോൾ എനിക്ക് പേടിയാവും. സാരില്ല, നമുക്ക് ഈ ഫോൺ എടുത്തിട്ട് നടക്കാം. കുറേ എണ്ണത്തിന് ഓരെന്തല്ലോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടോടി. ഓക്കെയാ, ഏതോർത്തറ് അവിടെ ഉണ്ട് കേട്ടോ ആൾക്കാർ. ഇത് നടക്കൂല എന്നൊക്കെ തോന്നുന്നത്. അങ്ങോട്ടേക്ക് പോകാനൊക്കാവില്ല എന്തായാലും, ഉറപ്പാണ്. നമുക്ക് വേറെ ഷോർട്ട് കട്ട് പിടിക്കാനും. അനക്കാരുന്നൊരു ഷോർട്ട് കട്ട്. ഇത് വഴിക്കേക്ക് നമുക്ക് വേഗം ആ റോഡ് മേലേക്ക് എൻട്രി ആവാം. പോട്ടെന്ന് പക്ഷെ പോകണ്ട കേട്ടോ, ഈ ഫോൺ പിടിച്ചിട്ടൊന്നും പോകാനല്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ ഫോൺ എടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തൽക്കാലം വേണ്ട. ഈ ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഈ വൈകുന്നേരം 3 മണി സമയം, ഒരു 3:15 3:30 ആകുന്ന സമയമില്ല. ആ ടൈമിൽ ആൾക്കാരൊക്കെ ഉറങ്ങും ചില കാരണം വീട്ടിൽ കിടന്നിട്ട്. അപ്പം റോഡൊക്കെ കാലിയായിരിക്കും. ആ ടൈമിൽ നോക്കാം. ഇപ്പം ഞാൻ 1 മണിക്കാണ് വീട്ടിൽ. ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി വീടെടുത്താലോ എന്ന്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം ഞാൻ. ഇവിടെ സംഭവം, ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കുപ്പി പോലത്തെ. ഇപ്പോൾ കാണുന്നില്ല, പോട്ടെ, തൽക്കാലം എടുക്കണ്ട. ഓക്കെ, നമുക്ക് തോടൊക്കെ കാണിച്ചു. തോടിൻ്റെ അങ്ങോട്ടൊക്കെ പോകാം. പക്ഷേ ആ ഭാഗത്ത് നമുക്ക് എന്തായാലും പോകാൻ എടുക്കാനാവില്ല. അവിടെ കുളമായിട്ട് തോട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് മീൻ പിടിക്കുന്നത്. അത് വലിയ വലിയ മീനൊക്കെ കിട്ടും. അതൊരു സ്ഥലമാണ്. കണ്ടോ, നല്ല ഒഴുക്കുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒഴുക്കുണ്ട്. തോന്നി കണ്ടോ, ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റേ ബിലിമീൻ്റെ മരം ഇതാ, ഞാൻ പറഞ്ഞ ബിലിമിൻ്റെ ഈ പോരത്താണ്. ഓക്കെ, അപ്പോൾ ഈ പോരത്തോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ബിലിമി പറിച്ചോട്ടെന്ന്. അപ്പോൾ എൻ്റെ പോര ഇത്. ഇവിടെ ബിലിമി വരാം, ബിലിമിൻ്റെ മരം. അവിടെ പോലെ പോരാ, ഇവിടെ നമ്മളെ പോരാ. ഓക്കെ, അങ്ങനെയാണ്. ഈ വീടും എൻ്റെ വീടും ഈ വീടും അടുത്തടുത്താണ്. അപ്പോൾ ഇവിടെ ബിലിമിൻ്റെ മരം ഉണ്ട്. ഇപ്പോൾ ചോദിക്കാറുണ്ട് ഞാൻ പറിച്ചോട്ടെ ഓരോരും പറിച്ചോന്ന്. കുഴപ്പമൊന്നുമില്ല അറിയൂ. ഞാൻ പറിച്ച് മരം ഫുള്ള് കാലിയായിട്ടുണ്ട്. ഈ പറിക്കാനൊന്നുമില്ല, അതിൻ്റെ സീസൺ വരണതിൻ്റെ എന്നാലേ പറിക്കാനാവൂ. ഓക്കെ, എന്നെ വിളിക്കുന്നു തോന്നി. ഇതെൻ്റെ പോരാ, അത് ഓറ് പോരാ. അപ്പുറത്തെ പോരാണ് ഉള്ളത് ബിലിമ്പി. അപ്പുറത്തെ പോരലാണ് ബിലിമ്പി ഉള്ളത്. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കാരണം മീനൊക്കെ മേലുണ്ട്. പക്ഷെ എൻ്റെ മീനിൽ കാണിച്ചിട്ടില്ല ഗൈസ്. എൻ്റെ അക്യൂറൊക്കെ വാങ്ങിയിട്ട് മീനുണ്ട് എൻ്റെ അടുത്ത്. അത് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. കാണിക്കണം ഒരു ദിവസം, ഇന്നലെ കാണിക്കണം കേട്ടോ. ഇവിടെ മീനൊക്കെ പായുന്നുണ്ട്. സാധാരണ മീനല്ല, ഗപ്പി പിന്നെ എന്തോ ഒരു കളർ മീനില്ല ഗൈസ്. മഞ്ഞ, ചുവപ്പ്, പച്ച, കറുപ്പെല്ലാം ഇട്ടിരുന്ന, കറുപ്പല്ല മഞ്ഞ, ചുവപ്പ് അങ്ങനെ ഇട്ടുള്ള. ഇവിടെ ഇഷ്ടംപോലെ മീൻ വല എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോരി വെക്കുകയും. പക്ഷെ വല ഞാനിവിടെ ഒട്ടിനുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങ് കാണിച്ച് നമ്മളൊരു മീനെ പിടിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ വല അടിച്ചിട്ടിരുന്നു കേട്ടോ, വല എടുത്തിരുന്നു നേരെ പോയിട്ട്. ഇപ്പോൾ ചുറ്റി പോകണ്ട, പിന്നെ ഞാൻ കൈയല്ലേ എന്താ ചെയ്യേണ്ടത്. നല്ല കാറ്റുണ്ട് ഇപ്പം. മഴക്കാറ് നമ്മൾ അധികം വെയിലും പാടില്ല, അധികം ഇതും പാടില്ല. നല്ല തണൽ, നല്ല കാലാവസ്ഥ, നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. നമുക്ക് ഓടിപ്പോകാം കുറച്ച്. ഞാനിപ്പോൾ ഒന്ന് തുറന്നു എത്തണ്ടേ. അല്ല, ഞാനിപ്പോൾ ചുറ്റി വന്നത് ഇനിക്കൂടെ ഒന്ന് കയറിയാൽ പോരാ. പക്ഷെ മതിലാണ്, ഇനിക്കൂടെ കാലം കുത്തി കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഓക്കെ, ഞാനെന്തായാലും കോരിയും എടുക്കട്ടെ വീട്ടിൽ. കോരി അടിച്ചിട്ട് നമുക്ക് പിടിക്കാനില്ല. അതിന് മുമ്പേ ഒരു പ്രാങ്ക് കൊടുക്കാം നമുക്ക്. അതൊക്കെ ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ, ഞാനറിയാത്ത ചൂണ്ടല്ലോ. ചൂണ്ടയെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ വെച്ചിരിക്കും. അതുപോലെ ഇത് മെയിൻ സ്വിച്ചാണ്. ഇത് തുറന്നാൽ എനിക്ക് സൂത്രം കാണാം. ഇതിനോട് തേനീച്ചൻ്റെ കൂടുണ്ട്. അതിന് ഇപ്പുറത്തത് ഒന്നും തുറയുന്നില്ല. എൻ്റെ എക്സ്പീരി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് പൊട്ടിയിട്ട് വിണ്ട് കയറിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. മീൻകാരം വാങ്ങുന്നു അപ്പുറത്ത്. ഇവിടെ മീനൊന്നും വാങ്ങാം, ഇവിടെ എല്ലാം അപ്പുറത്തോട്ട് വന്നെയാണ്. കണ്ടോ, ഷോക്കടിച്ചിൻ്റെ കൈ ഇതൊക്കെ. നേരത്തെ കറണ്ട് ഇല്ലേനും, കറണ്ട് നേരത്തെ പോയിനും ബോറടിച്ചിട്ടാണ് നിൽക്കാൻ പറ്റുന്നില്ലേനു. അതുകൊണ്ട് കറണ്ട് ബോറടിച്ച് എനിക്ക് വല്ലാണ്ട് ബോറടിച്ച് കുറേ ചത്ത് കഴിഞ്ഞ്. ഫസ്റ്റ് പുറത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കളിച്ച് കുറേ. എന്താ ഗെയിമിൻ്റെ അതിന് വെച്ചാൽ
ഓക്കെ ഗേറ്റിന് പൊട്ടാനായിരിക്കും. ഇപ്പോഴത്തെ പൊട്ടി പോയില്ല. ഞാൻ പോയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കോഴി കിട്ടി. അപ്പോൾ നേരെ പോകും. 10 മിനിറ്റ് വീഡിയോ എടുക്കുന്നുണ്ട്. പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എത്ര മിനിറ്റാണ് വീഡിയോ എടുക്കാം. ഓക്കെ, പക്ഷെ 10 മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ വീഡിയോ അധികം ലെങ്ത് ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇതെന്തോ ഒച്ചയാണ്. വൈഫൈ ആണ്, നമ്മുടെ വൈഫൈ ആണ്. പക്ഷെ വൈഫൈ ആണെങ്കിലും അധികം ലെങ്ത്തുള്ള വീഡിയോ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഓക്കെ, ഇവിടുത്തെ വൈഫൈ നെറ്റ് ഇപ്പോൾ തീരാനായിട്ടുണ്ട്. അപ്പം 1-2 തീരും ഇവിടുത്തെ വൈഫൈ നെറ്റ്. വൈഫൈയിൽ നെറ്റ് കയറ്റും. എന്നിട്ട് കുഞ്ഞു മീനിടാം. ചെരുപ്പ് കൂടി ചളിയായിട്ട് കണ്ടോ, ഇത് ചളിയായി. ആ കോഴി പോക്കി. ഈ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു. ബേ എന്നിട്ട് പോകുന്ന ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നു. എന്നെ നോക്കുന്നു ഇതിനോടി. ആ പോകുന്ന ചേച്ചി ഇപ്പോൾ എന്നെ നോക്കുന്നു. ഓക്കെ, ഇതാ ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇന്ന് കാറ്റെന്നറിയില്ല, മഴൻ്റെ സാധ്യതയായിരിക്കും. ഇവിടെയാണ് മീനെ കണ്ടത്. ഇവിടെ മീൻ കുറഞ്ഞു കേട്ടോ. ഇപ്പം സാധനം ഞാൻ വലടിച്ച് വരുന്ന അറിഞ്ഞെന്ന് തോന്നുന്നു. പോയി കേട്ടോ, എല്ലാം പോയി വിടുന്നു. ഇവിടെ ഒരു മീനില്ല. ഇപ്പോൾ മീനിനെ ജസ്റ്റ് ഒന്ന് പിടിച്ചെങ്കിൽ കാണിക്കാൻ വെച്ച് വലയെടുത്തുന്നത്. ഇവിടെ മീനില്ല. എന്താ ചെയ്യണത്? ഓരോ കളവന്മാർ എണ്ണ നോക്കുന്നു. അതാ പോകുന്നത് മീൻ. ഞാൻ പിടിച്ച് കാണിച്ചിട്ട് ജസ്റ്റ് ഇവിടെ വെക്കട്ടെ ഫോണ്. എൻ്റെ ഫോണിൻ്റെ ക്യാമറ സ്ക്രാച്ചും ഇല്ലോ ഗൈസ്. നിങ്ങൾക്ക് പേടിയുണ്ട് ബാക്കിലെ ക്യാമറയ്ക്ക് സ്ക്രാച്ച് വന്നാൽ ഞാൻ തന്നെ പൈസ കൊടുത്ത് തന്നാൽ കഴിയും. ഞാൻ പിടിക്കട്ടെ. ഗൈസ് കിട്ടി മീനെ കെട്ടി കേട്ടോ. മീനെ കെട്ടി കാട്ടിത്തരതാ. മീനുണ്ട് വലയിൽ. ജസ്റ്റ് ഒന്ന് കോരിട്ടുള്ളൂ. അപ്പം കിട്ടിയിട്ടുണ്ട്. നെച്ചിയ പോട്ടൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. ഇനി പലതരം പേരുണ്ട്. കണ്ടോ, ഇനി പലതരം പേരുണ്ട്. കാണുന്നു അറിയില്ല. അതല്ല, ഈ മീന് പലതരം പേരുണ്ടെന്ന് അറിയാം. കണ്ടോ, കാണുന്നുണ്ടെന്ന് തോന്നി. ഇതാ ഈ വലയിൽ കിട്ടിയതാണ്. ഈ വല കുറച്ചും കൂടി മീനുണ്ട്. ഇതാ അപ്പം എൻ്റെ കൈമേൽ നെച്ചാൽ പൊട്ടുന്നുണ്ട്. ഇതാ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാ കണ്ടോ, വെറുതെ വിടില്ല. പോട്ടെ, എനിക്ക് മീനിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കാണിച്ച് നമ്മൾ പിടിച്ചാണ്. ഇനിയും കുറച്ചുണ്ട് ഈ വലയിൽ. ഇതാ ഇവയൊക്കെ ജീവനെടുത്തപ്പോൾ തന്നെ വിടാം. പടക്കുന്നുണ്ട് കേട്ടോ സാധനം. ഇതാ കുറച്ച് പടച്ചിറക്കി മീനി വിട്ടോ. ഗൈസ്, ആ മീനിനെ കോരെടുത്തേക്ക് ഇവിടെ ഒറ്റ മീനും കാണില്ല. എല്ലാം പാഞ്ഞ്. മീൻ മനസ്സിലായി ഞാൻ പിടിക്കാൻ വന്നതാണ്. ഞാൻ പിടിക്കാൻ വന്നല്ല മീനെ. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചൊക്കെ വന്ന മീനെ. കേരളത്തെ പോയി, അത് പോയി. അത് കല്ലുമല്ലായി പോയി. കെടുത്തിട്ട് പോരാടാ. എന്താ കിട്ടാത്ത സാധനത്തിനാ പോട്ടോ. ജീവമാണേ വിട്ടോ മീനെ. ഇനി വലയിൽ മീനൊന്നും ഇല്ലല്ലോ. കണ്ടുണ്ട് ഈ മീൻ. അത് പോയി. പക്ഷേ ഒരു മീനിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഞാൻ വല കുലിക്കാനും തെറിച്ചു പോയി ഒരു മീൻ വാർഡിലേക്ക്. നമുക്ക് കിട്ടില്ല. അവിടെ സിസ്റ്റം പോലെ പൈസ നോക്കാം കേട്ടോ. ഈ ഫോൺ ഇവിടെ അടിക്കും വെക്കണം. ഈ ഫോൺ പിടിച്ചൊക്കെ എന്തായാലും എടുക്കാനല്ല. കാരണം ഫോണിൻ്റെ ക്യാമറ സ്ക്രാച്ച് വന്നാലല്ലേ വെള്ളത്തിൽ വീണു ഫോണ്. അതുകൊണ്ട് ഗൈസ് വെള്ളത്തിലുണ്ടാവും. എൻ്റെ പൊന്ന് ഗായ്സ്, വലിയ മീനെ കിട്ടി. വലിയ സൈസുള്ള സാധനത്തിനാണ്. ഞാൻ കാണുമ്പോൾ നമ്മളെ പറലാട്ടം പോലെ ഉണ്ട്. പറല തന്നെയാണ് തോന്നിയത്. പറലല്ല, മത്തി പോലെ ഉണ്ട്. ഇതാ ഞാൻ മത്തീൻ്റെ ഒക്കെ ഒരു ഇതുണ്ടോ. ഇത് പടക്കുന്നുണ്ട് മനസ്സിലാകുന്നില്ല, കാണുന്നില്ല മര്യാദയ്ക്ക്. പടക്കാണ്ടിരിക്കും എൻ്റെ മീനെ. ഇനി ഇതാ വേറെ കാണിച്ചിട്ട് ഞാൻ വിടൂല. ചെറിയ കുട്ടികളില്ല കാശ്, ചെറിയ കുട്ടികൾ കണ്ടാൽ വിടൂല ഞാൻ. അവർക്ക് വേണമെന്ന് അറിയൂ. പക്ഷേ അമ്മേൻ്റെ ജീവൻ വെറുതെ വിടും. പക്ഷേ ഇനിയും ഇതൊന്നും വലിയതാ. സീനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇനിയും തൊട്ട് വലിയൊന്നിൽ ഇതാ 2 ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയാം. അതുപോലെ ഇതാ എനിക്കധികം കാണിക്കാൻ വെള്ളത്തിലിട്ടെ വിട്ടാ വീണേ. ഓക്കെ, അതിൻ്റെ ജീവനും വെറുതെ വിട്ടിട്ടുണ്ട് ഞാൻ.
ഈ ഭാഗത്ത് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഗൈസ്. അവിടെയാണെങ്കിൽ കാറ്റടിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് കാറ്റില്ല. മഴ വരാനുള്ള സാധ്യത. ഒറ്റ മീനിനെ കാണും, മീനിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് തോന്നി. എനിക്ക് കിട്ടുന്ന സംശയമുണ്ടോ മീനിന്? കാരണം മീൻ മനസ്സിലായി കേട്ടോ, ഈ ഭാഗത്തെ ബുദ്ധിയുള്ള മീനാണ്. അതുകൊണ്ട് മീൻ മനസ്സിലായി ഞാൻ പിടിക്കാൻ വരുന്നതാണ്. ഞാൻ പിടിക്കാൻ വരുന്ന എല്ലാ മീൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല. എനിക്ക് കിട്ടുന്ന സംശയമാണ്, എനിക്ക് കിട്ടൂല. ഇപ്പം ഞാൻ ഒരു തോടിൽ പോയേനു ഗൈസ്, ഇപ്പം ഞാൻ തോടിൽ പോയേനു. ഊരിപ്പോ ഇവിടുന്ന് മീനിനെ കാണുന്നില്ല. മീൻ കിട്ടു വരെ പോയി, മീനെല്ലാം പോയി, മീനെല്ലാം പുറത്തിട്ടു. ഈ ഭാഗത്ത് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് മീനൊക്കെ വേഗം ഒലിച്ചു പോകും കേട്ടോ, മീനൊക്കെ വേഗം ഒലിച്ചു പോവും. വലിയ മീനാണ്. ആ ഗൈസ് കിട്ടി 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 കിട്ടി. ഇത് ചെറുതാണ് പക്ഷെങ്കിൽ എത്ര വലുതല്ല, മീഡിയം സൈസ്. ഇതിൻ്റെ പേര് നെച്ച പൊട്ടലെന്നാണോ പറലെന്നാണോ നമുക്കറിയില്ല. പക്ഷേ ഇത് പൊടക്കുന്നില്ല അങ്ങനെ, പക്ഷെ പറയാൻ പറ്റില്ലണ്ടോ ഗൈസ്. എൻ്റെ ക്യാമറയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. സ്ക്രാച്ച് വന്നിട്ടില്ല, വരുമായിരിക്കും ചിലപ്പോൾ. അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല വീഡിയോ, കട്ടാക്കാനായി വീഡിയോ. പിന്നെയും വെറുതെ വിടാം നമുക്ക്. ഗൈസ് സൈസുള്ള സാധനം വന്നിട്ട് ഒരു മിനിറ്റ് ഒന്നും വെക്കട്ടെ. ഞാൻ ക്യാമറ നോക്കിയാണ് വെക്കുന്നത്, അല്ല ക്യാമറ സ്ക്രാച്ച് വരും. എത്രയോ ഗൈസ് മിസ്റ്റർ ഇട്ട പോലെ ഉണ്ട് നിലത്ത് മിസ്റ്റർ ഒന്നുമില്ല, അതുണ്ട്. കാരണം ഏന്താ മതി തോട്ടിൽ പോയി ഞാൻ. അപ്പുറത്തെ ഭാഗത്താണ് എല്ലാ മീനുള്ളത്, അപ്പുറത്തെ ഭാഗത്ത് എന്ത് വെച്ച് കഴിഞ്ഞില്ല ഗൈസ്. ഈ തോട്ടിൽ എന്തൊക്കെയോ സാധനമുണ്ട്, നമുക്ക് ഇതിനെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി കിട്ടൂല. എന്ത് നായി കിട്ടുന്നില്ല. കിട്ടില്ല കേട്ടോ, കിട്ടില്ല. ടൈല് കഴിഞ്ഞു മീനിൻ്റെ. മീനൊക്കെ നാട് വിട്ടു. കുഞ്ഞു മീനുണ്ട്, പക്ഷേ അതിനെ വേണ്ട നമുക്ക്. ലൈനായിട്ട് നിൽക്കുന്നുണ്ട് മീൻ, മംഗളത്തിന് പോകാൻ നിൽക്കുന്ന പോലെ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോസ് നമ്മളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ഇനിയും കാണാം. ഇതുണ്ടോ കുറേ മീൻ പോകുന്നുണ്ട്, ഞാൻ വീഡിയോ കട്ടാക്കാനായാലും മീൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഇനിയും കാണാം. അതിലേക്കും ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യണേ, അതൊന്ന് വീഡിയോ ഷെയർ ചെയ്യണേ. ഓക്കെ, സബ്സ്ക്രൈബിനും ബൈ.